വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ പ്രഗ്നൻസി പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 5 മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെക്നിക്സ് നിങ്ങളുടെ കയ്യിൽ കാർഡ് ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതികളാണ്. ഒരുപാട് ആക്യുറസി നമുക്ക് തരികയും ചെയ്യും ഈ രീതികൾക്ക്. പക്ഷേ ഇത് വെച്ചിട്ട് മാത്രം നിങ്ങൾ കൺഫേം ചെയ്യരുത്. കാർഡ് ഉപയോഗിച്ചിട്ട് കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഒരു മെത്തേഡാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ ഡിപ്പ് അല്ല, നേരെ മറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 18 ദിവസത്തെ ബോഡി ടെമ്പറേച്ചർ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലുള്ളൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇംപ്ലാന്റേഷൻ നടന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ബേസൽ ബോഡി ടെമ്പറേച്ചർ കൃത്യമായിട്ട് നമുക്ക് കാണിച്ച് തരുന്ന തരത്തിലുള്ള ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. അല്ലെങ്കിൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പെർട്ടിക്കുലർ ആയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു തെർമോമീറ്റർ ഉണ്ടാകും. അതാണെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു ഡയറി വേണം, ബുക്ക്, പേന വേണം. പിന്നെ നമുക്ക് ഫോണോ അല്ലെങ്കിൽ ക്ലോക്കോ എന്തായാലും അടുത്ത് അത് തന്നെ വേണം. അങ്ങനെ നമ്മളെടുത്ത് എല്ലാ ദിവസവും ഓവുലേഷൻ ഡേറ്റ് മുതൽ നിങ്ങളിത് അടുത്ത് തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങുക. നിങ്ങളുടെ കൈ അകലത്തിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവണം. എല്ലാ ദിവസവും ഒരു 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ 6 മണിക്ക് തന്നെ നിങ്ങൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പെട്ടെന്ന് ചാടി എണീറ്റ് ഓടിപ്പോയി ടെമ്പറേച്ചർ ചെക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. റിലാക്സ് ആയിട്ട് എഴുന്നേറ്റിട്ട് വാഷ്റൂമിലൊന്നും പോകാതെ അതേ പൊസിഷനിൽ തന്നെ കിടന്നിട്ട് നിങ്ങളുടെ കൈയകലത്തിലുള്ള ഒരു ടെമ്പറേച്ചർ എടുത്തിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ എല്ലാ ദിവസവും മാർക്ക് ചെയ്യുക. ഓവുലേഷൻ ഡേറ്റ് മുതലുള്ള എല്ലാ ദിവസങ്ങളും ഡേ 1, 2, 3 അങ്ങനെ എഴുതി നിങ്ങളൊരു 18 അല്ലെങ്കിൽ ഒരു 19 ദിവസം വരെയുള്ള ടെമ്പറേച്ചർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്കിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോണിൻ്റെ ഒരു ഹൈക്കും ഉണ്ട്. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആകും. ഇതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ട് തന്നെയാണോ പോകുന്നതെന്ന് നോക്കുക. ടെമ്പറേച്ചറിൽ വേറെ ഡൗൺ ഒന്നും വരുന്നില്ല, നോർമലായിട്ട് ആ ഹൈക്കിൽ തന്നെ ടെമ്പറേച്ചർ പോകുന്നുണ്ടെങ്കിൽ 19 ദിവസവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഇത് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആണ് വരേണ്ടതെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ കൂടി ഒരു ഡൗൺ ഉണ്ടാകും അവിടെ. ആ ഡൗണിലാണ് നമുക്ക് പീരിയഡ്സ് വരാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഡൗൺ ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ റൈസിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതായിട്ടാണ് കേട്ടോ അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ ഫാരൻഹീറ്റിലാണ് നോക്കുന്നതെങ്കിൽ 98 ഫാരൻഹീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതല്ല സെൽഷ്യസിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 36.7 ഡിഗ്രി സെൽഷ്യസും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചർ ഹൈക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരുപാട് വലിയ വ്യത്യാസമൊന്നും ആർക്കും ഉണ്ടാവില്ല, പോയിന്റിന്റെ വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രൊജസ്ട്രോണിന്റെ ഹൈക്ക് ബോഡിയിൽ സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും എംബ്രിയോയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈക്കിലൂടെ തന്നെയായിരിക്കും ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോർമലി നമുക്കിപ്പോൾ പീരിയഡ്സ് ആണ് വരുന്നതെങ്കിൽ എന്തായാലും പീരിയഡ്സിന് 1-2 ദിവസം മുൻപ് ആ BBT കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആയി പോയിട്ട് നമുക്ക് പീരിയഡ്സ് വരികയുമാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മോർ ലീക്കേജ് ആഫ്റ്റർ സെക്സ് ആണ്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ചില ആളുകൾ ലൂട്ടിയൽ ഫേസിന്റെ സമയത്തും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലീക്കേജ് പോകുന്നതിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലായിട്ടാണ് പോകുന്നതെങ്കിൽ ആ മോർ ലീക്കേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് സെർവിക്സ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടും മ്യൂക്കസ് പ്ലഗ് അവിടെ ഫോം ചെയ്തത് കൊണ്ടും ഒക്കെ കൂടിയായിരിക്കും. നോർമൽ ലീക്കേജിനേക്കാളും വളരെയധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ലീക്കേജ് പുറത്തേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ ഒരു സൂചനയാണ്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ സെർവിക്സ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആവുകയും യാതൊരു തരത്തിലുള്ള വസ്തുക്കളും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഒരു മെഷർ അവിടെ അല്ലെങ്കിൽ ഒരു പ്രിക്വേഷൻ അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ലീക്കേജ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് കുറച്ചധികം തവണ പ്രഗ്നൻസി ആയിട്ടുണ്ടോ എന്ന് കൺസീവ് ആയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ്. ഒരുപാട് പേര് സോൾട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അല്ലെങ്കിൽ ഹോം പ്രഗ്നൻസി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറേയും കൂടി റിലയബിൾ ആണ് സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഒരുപാട് പേര് അതിങ്ങനെ ചെയ്തിട്ട് ആ റിസൾട്ട് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു മെത്തേഡ് കൂടി ഞാൻ പറയുന്നത് കേട്ടോ. സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നോർമൽ സോൾട്ട്, നമ്മുടെ പൊടിയുപ്പാണ് നമുക്ക് വേണ്ടത്. 1 ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ട് നമ്മൾ വെക്കുക. രാവിലെ കളക്ട് ചെയ്തിട്ടുള്ള യൂറിൻ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ആദ്യം നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് യൂറിൻ സാമ്പിൾ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട്, അത് കളക്ട് ചെയ്ത് ഒരുപാട് നേരം ഒന്നും വെക്കരുത്, കളക്ട് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ആ രീതിക്ക് നിങ്ങൾ പോവുക. ആ ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്ത് വെച്ചതിലോട്ട് 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം ഒന്ന് മിക്സ് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന്, ഉപ്പ് പെട്ടെന്ന് അലിയുമല്ലോ, ഒരിച്ചിരി നേരം നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വരെയൊക്കെ നിങ്ങളത് അങ്ങനെ വെച്ചോളാം. അതിനുശേഷം അതിൽ നിന്നും എന്തെങ്കിലും ചീസി ലെയർ പോലെ മുകളിലോട്ട് ഫോം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിൻ്റെ ആണെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. ഒരുപാട് സൈറ്റിലും ഒക്കെ അതിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ഞാൻ ഇതുപോലെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് ഞാനിവിടെ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ചസ് യൂറിനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. യൂറിൻ സാമ്പിളിൽ പ്രഗ്നൻസി ആയി കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു മെത്തേഡ്സും ഒരു റിയാക്ഷൻ, നമ്മുടെ ഉപ്പുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമി ലെയർ അവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ യൂറിനിൽ നിന്നും കുറച്ചൊന്ന് മേളിലോട്ട് കെയർ ചെയ്യുന്നിട്ട് നമ്മുടെ പാലൊക്കെ പിരിയുമ്പോഴേക്കും മുകളിലോട്ട് ഒരു ലെയർ പോലെ വരില്ലേ, ആ ഒരു രീതിക്കായിരിക്കും ഇങ്ങനെ ഒരു ഫോം ചെയ്ത് വരുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഏകദേശം ഒരു പീരിയഡ്സ് ഡേറ്റ് ആകുന്നതിന് 1-2 ദിവസം മുൻപ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ HCGയുടെ ലെവൽ ശരീരത്തിൽ അത്രത്തോളം കൂടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിൽ മിസ്മാച്ച് ഉണ്ടാകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പ്യൂബിക് ഭാഗത്ത് മോർ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. നമ്മുടെ വജൈനയുടെ ഭാഗത്തും അണ്ടർആമിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ധാരാളം ഹെയർ ഗ്രോത്ത് ഉള്ളവരാണ് പലരും തന്നെ. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഹെയർ ഗ്രോത്തിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതും തിക്കണായിട്ട് ഹെയർ വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരാഴ്ച മുമ്പ് ട്രിം ചെയ്ത് വിട്ടതാണെങ്കിലോ കട്ട് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുള്ളതാണെങ്കിലും കുറച്ചങ്ങോട്ടേക്ക് കഴിയുമ്പോഴും നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം പ്യൂബിക് ഭാഗത്ത് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീടേക്ക് അത് ആകുന്നത് നിങ്ങളുടെ തലമുടിയിലും അത്രത്തോളം ഹെയർ ഗ്രോത്ത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ മുതൽ ഈസ്ട്രജൻ ഹോർമോണിന്റെയും ആൻഡ്രോജന്റെയും ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഹെയർ ഗ്രോത്ത് പലർക്കും ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് മുടി കൊഴിച്ചിലായിട്ട് ആദ്യം വന്നിട്ടായിരിക്കും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് വരികയും ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ആ ഹെയർ ഗ്രോത്ത് കുറയുകയുമാണ് ചെയ്യാറ്. ഹെയർ ഫോൾ ആയിട്ട് അത് കുറയുകയും ചെയ്യും കേട്ടോ. കൂടുതലായിട്ടും അങ്ങനെ ഉണ്ടാവുന്നത് ആ ഹോർമോൺ ഹൈക്ക് മൂലം നമ്മൾ എടുക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും മൾട്ടിവിറ്റമിൻ മെഡിസിൻസും ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് അത്രത്തോളം ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഫീൽ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ട് വെയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത്, തൊടയുടെ ഭാഗത്ത്, കൈയുടെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വെയിൻസ് നല്ല രീതിക്ക് നല്ല കളറിൽ തന്നെ വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. ഏകദേശം ഗ്രീനിന്റെ ഒരു ഷെയ്ഡിലായിരിക്കും നമുക്ക് ഇപ്പോഴൊക്കെ വെയിന് വിസിബിൾ ആകാനായിട്ട് ചാൻസ് കൂടുതൽ. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ആ വെയിൻസ് ഒന്നും കൂടി തുടുത്ത് നിൽക്കുന്നത് പോലെയും അതുപോലെ അതിന്റെ കളർ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് കളേഴ്സ് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. എസ്പെഷ്യലി ബ്രസ്റ്റിന്റെ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് വിസിബിൾ ആവുന്നത് കേട്ടോ. ബ്രസ്റ്റ് കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ സ്കിന്നിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് വെയിന് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. കൂടുതൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഇത്രത്തോളം പെയിൻസ് ഒക്കെ വിസിബിൾ ആവാനായിട്ട് ചാൻസ് കൂടുതൽ കേട്ടോ. ആ ഭാഗത്ത് നിങ്ങൾക്ക് വിസിബിൾ ആകാം, വജൈനയുടെ സ്കിന്നിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വിസിബിൾ ആകും. ഒപ്പം തന്നെ കൈയുടെ ഭാഗത്തും നമ്മുടെ തൊടയുടെ ഭാഗത്തും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ വെയിൻസ് വിസിബിൾ ആയി തുടങ്ങുന്നത് കേട്ടോ. ഇതൊക്കെ കുറച്ചധികം ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഈ പറയുന്ന മെത്തേഡ്സിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ കൂടി തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കഴിഞ്ഞ മാസങ്ങളിലെ പീരിയഡ്സിനെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് നിങ്ങൾക്ക് ഫ്ലോ ഉണ്ടാവുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ ലൈവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ബ്ലീഡിംഗ് വന്നു പക്ഷേ
പക്ഷേ എന്തോ ഒരു സംശയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടി. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വെപ്രാളത്തോട് കൂടിയിട്ട് ബോഡി ടെമ്പറേച്ചർ ഹൈക്ക് ആകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ സമയം കൊണ്ട് ഫോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെയൊന്നും ആയിരിക്കരുത് നിങ്ങൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഒട്ടും ഹറിബറിയിൽ പാടില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം ബേസൽ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.